ജഡ്ജ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഉടൻ തന്നെ വിധി പ്രസ്താവത്തിലേക്ക് കടക്കാൻ പോകുന്നു. ആ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പേർക്കുള്ള ശിക്ഷ എന്തെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം. ഇപ്പോൾ കോടതി നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജഡ്ജി ഹണിയം വർഗീസ് എത്തിയിരിക്കുന്നു കോടതിയിൽ. കോടതി നടപടികൾ തുടങ്ങിയിരിക്കുന്നു. ഇനി എന്താണ് ഈ 6 പേർക്കുള്ള ശിക്ഷ? അത് കാത്തിരിക്കുകയാണ് കേരളം. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷ കോടതി ഇതാ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസ് ശിക്ഷ വിധിക്കാൻ പോകുന്നു. കോടതി മുറിയിലേക്ക് ജഡ്ജ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 1 മുതൽ 6 വരെ പ്രതികളായ NS സുനിൽ എന്ന പൾസർ സുനി, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, H സലീം എന്ന വടിവാൾ സലീം, പ്രദീപ്, ഈ പ്രതികളുടെ ശിക്ഷ എന്തെന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ കോടതി ആ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടുള്ള വിധി പ്രസ്താവത്തിലേക്കാണോ എത്തുന്നത്? ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. ശിക്ഷാവിധി പറയുന്നു കോടതി. സജോ ദേവസ്യ. സുജയ, വിധി പ്രസ്താവം ഇത്രയും സുദീർഘമായ കാലം നാട് കാത്തിരുന്ന ആ കേസിലെ വിധി പ്രസ്താവത്തിലേക്ക് കോടതി കടന്നിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും കടന്നിരിക്കുന്നു എന്നതാണ് പ്രധാനം. സെൻസേഷനായ കേസെന്ന് കോടതി പറയുന്നു. എന്നാൽ ശിക്ഷയിൽ സെൻസേഷൻ ബാധിക്കാൻ കഴിയുകയില്ല. സ്ത്രീയുടെ അന്തസ്സ് സംരക്ഷിക്കപ്പെടണം. ആമുഖമായി ഈ കാര്യങ്ങളാണ് കോടതി പ്രധാനമായും പറയുന്നത്. നാടിനെ ആകെ നടുക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു അതിക്രമ കേസാണ്. സുദീർഘമായ കാലം നിയമപോരാട്ടം മുതൽ വിചാരണ, അന്വേഷണമടക്കം നീണ്ട കാലയളവിൽ നീതിക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടം നടന്നൊരു കേസാണ്. ആ കേസിലെ വിധി പ്രസ്താവത്തിലേക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസ് കടക്കുമ്പോൾ ആമുഖമായി പറയുന്നത് ഇതൊരു സെൻസേഷണൽ കേസാണ്. കേസ് സെൻസേഷൻ എന്നത് കോടതിയെ സ്വാധീനിക്കില്ല എന്നവർ പറയുന്നു. ശിക്ഷയിൽ സെൻസേഷൻ ബാധിക്കാനാവില്ല. ഈ കാര്യത്തിൽ സ്ത്രീയുടെ അന്തസ്സ് സംരക്ഷിക്കപ്പെടണം. ഈ കാര്യം പരിഗണിക്കപ്പെട്ടു. പ്രായം പരിഗണിച്ചിരിക്കുന്നു. സജോ ദേവസ്യ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ത്രീയുടെ അന്തസ്സ് സംരക്ഷിക്കപ്പെടണം. ആ കാര്യം പരിഗണിക്കുന്നതിനൊപ്പം പ്രതികളുടെ പ്രായവും പരിഗണിച്ചിരിക്കുകയാണ്. സുജയ, അതൊരു സൂചനയാണ്. അതായത് പരമാവധി ശിക്ഷയിലേക്ക് ഒരുപക്ഷെ എല്ലാവരുടെയും കാര്യത്തിൽ പോയേക്കില്ല എന്നതിൻ്റെ ഒരു സൂചനയായി അനുമാനിക്കണമോ എന്ന കാര്യത്തിലും ഇപ്പോൾ തന്നെ വ്യക്തത വരും. അങ്ങനെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, ഏത് നിലയ്ക്കാണ് പരിഗണിച്ചത്? 20 വർഷം പരമാവധി ശിക്ഷയില്ല. പരമാവധി ശിക്ഷയില്ല. പ്രതികളുടെ പ്രായമടക്കം പരിഗണിച്ചിരിക്കുന്നു. കോളിളക്കമുണ്ടായ നടിയെ ആക്രമിച്ച കേസിൽ 20 വർഷം ശിക്ഷയിലേക്ക്. അത് പൾസർ സുനിക്കുള്ള ശിക്ഷ. 1-ാം പ്രതി പൾസർ സുനിക്ക് 20 വർഷം തടവ്. 20 വർഷം തടവാണ് പൾസർ സുനിക്ക് വിധിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജ് നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, 1-ാം പ്രതി പൾസർ സുനിക്ക് പരമാവധി ശിക്ഷ 20 വർഷം ശിക്ഷ, 50,000 രൂപ പിഴ. അത് കൂട്ടബലാത്സംഗ കുറ്റത്തിന്. സെൻസേഷണൽ കേസ് എന്നാണ് കോടതി പറഞ്ഞത്. 20 വർഷം തടവ് ശിക്ഷയും 20 വർഷം ശിക്ഷ, ഒപ്പം 50,000 രൂപ വീതം പിഴ. അത് കൂട്ടബലാത്സംഗ കുറ്റത്തിന്. അത് എല്ലാവർക്കുമാണോ? പ്രതികൾക്കും 20 വർഷം തടവ്. 6 പ്രതികൾക്കും 20 വർഷം തടവ് വിധിച്ചിരിക്കുന്നു കോടതി. സുജയ, 20 വർഷം തടവും 50,000 രൂപ പിഴയും. ഇത് ഇപ്പോൾ എല്ലാ പ്രതികൾക്കും ഇതേ ശിക്ഷ തന്നെയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവും അതോടൊപ്പം 50,000 രൂപ പിഴയും. ഇതാണിപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. സെൻസേഷണൽ കേസായതുകൊണ്ട് കോടതിയെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അതോടൊപ്പം തന്നെ പ്രതികളുടെ പ്രായം കൂടി പരിഗണിക്കണം എന്ന് കോടതി വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട്. ക്രിമിനൽ ഗൂഢാലോചനയ്ക്കും 20 വർഷം ശിക്ഷ. അതാണ്, അതായത് മുഴുവൻ പ്രതികൾക്കും ഒരേ ശിക്ഷ തന്നെയാണ് ഇപ്പോൾ കോടതി നൽകിയിട്ടുള്ളത്. 6 പ്രതികൾക്കും 20 വർഷം തടവ്, അതോടൊപ്പം തന്നെ 50,000 രൂപ പിഴ. ഇതാണിപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്.